പറഞ്ഞുകൊണ്ട് ഇവരെ പരിഹസിക്കുന്നു. ഇതൊക്കെ വെച്ചിട്ട് എന്നെ പരിഹസിക്കണത് ഉണ്ട്, നമ്മൾ അംഗീകരിക്കണുണ്ട് എന്നുള്ള നിലക്കല്ല എഴുതിയത്. പരിഹസിക്കുന്നുണ്ട് എന്നത് എങ്ങനെ പരിഹസിച്ചത് ഈ ബുക്കിൽ എഴുതിയിട്ടാണ്. ഇതിന്റെ അർത്ഥം അബ്ദുറഹ്മാൻ സലഫി ഇത് അംഗീകരിച്ചു എന്നല്ല. ദയവ് വിചാരിച്ചിട്ട് ആ ജാതി ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ പോലെ ദുർ എത്ര ദുർ കൂട്ടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ജാതി വ്യാഖ്യാനം നടത്തരുത് എന്നാണ് ഒരു പറയാനുള്ള. വിഷമുണ്ട്. ഈ ജാതി പണിയായിട്ടാണ് ഇപ്പൊ അവസാനമായിട്ട് ജമിയത്തുൽ ഉലമക്ക് 38 ആളും ഒപ്പിട്ട് 38 ആളും കാണാതെ ഒരു ഷാഫി സലാഹി എഴുതിണ്ടാക്കിയിട്ട് മനുഷ്യന്മാരുടെ പേരിൽ എഴുതി കൊടുത്ത് വേറെ പേരെ എഴുതിങ്ങാണ്ട് ജമിയത്തിന് കൊടുത്ത ഈ സാധനത്തിലുള്ളത് ഈ ജാതിയൊക്കെയാണ് ജമിയത്തിന്റെ ബുക്ക് മുഴുവൻ തെറ്റാന്നുള്ളതിനുള്ള തെളിവ് പോരെ. അതിലുള്ളതാണ് ഇപ്പൊ ആ ചോദിച്ച ചോദ്യം. ഇനിയുണ്ടോ ഇപ്പൊ ചോദ്യം? ചോദിച്ചു ചോദിച്ചോ. ഇന്നലെ മിഞ്ഞാന്നൊന്നും വേണ്ടപ്പോ വന്നാലും ചോദിച്ചോ. ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പ്രചരിപ്പിക്കുന്നു. ശരി, ഇരിക്കും പറയാം. ഞാൻ ചൂടായത് എന്തിനാണ്? മടവൂരിയാൾക്ക് ജിന്നൂരിയാൾ തന്നെ കൊടുത്തിട്ടുള്ളത്. മടവൂരിയാളെ കയ്യിൽ ഓലതില്ല. ആ വഴിയാ ഞാനീ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഇന്നോട് പിന്നത് പറയണോ? എന്റെ പേരിലുള്ള ആ കള്ളക്കത്ത്, എന്റെ പേരിലുള്ള ആ കത്തുപടെ ആരാണ് ഈദാന്റെ ഫയലിൽ നിന്ന് എടുത്തത് എന്ന് മനസ്സിലാക്കിയ ആളാ ഞാൻ. ആദ്യം എനിക്കറിയില്ല, പിന്നെ ഞാനത് മനസ്സിലാക്കി, എന്നിട്ടായി പറയണത്. അതുപോലെ ഇതിനെപ്പറ്റി ഞാൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ ഇപ്പൊ അതിന്റെ കോപ്പില്ല, റിയാദിലുണ്ട്. അവിടേക്ക് ഫോൺ ചെയ്ത് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഇങ്ങോട്ട് വരുത്തിച്ചു. നെറ്റിലൂടെ ഈ പ്രധാനപ്പെട്ട പേജുകൾ ഒന്നുകൂടി സംശയത്തിന് വായിക്കാൻ എന്റെ മെയിലിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. 6 പേജുകൾ അതിന്റെ മിനിഞ്ഞാന്ന് ഞാൻ വരുത്തിയതാ. അത് മുഴുവൻ വായിച്ചിട്ടാ പറഞ്ഞു. എന്നിട്ടിപ്പോ മടവൂരികളോട് സംസാരിച്ചിട്ട് കുടുങ്ങിയിട്ട് ഓരോട് പറയാനൊന്നും ആ ജാതി മുഖവൂരി ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ചോദിച്ചാൽ മതി. മടവൂരിയാളെ പേര് പറഞ്ഞാണ്ട് പിന്നെ മൂരിനെ തല്ലണ്ട പയ്യനെ കറക്കാൻ, പയ്യ ചവിട്ടുണ്ടെങ്കിൽ പയ്യനെ തന്നെ തച്ചാൽ മതി. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതേ ഉള്ളൂ. പിന്നെ ഈ ജാതി പണി നടത്തുന്നതിലുള്ള വിഷമാണ്. ഇത് മടവൂരികൾ നടത്തുകയാണെങ്കിൽ എനിക്ക് സങ്കടമല്ല, ഹുറാഫികൾ നടത്തുകയാണെങ്കിൽ സങ്കടമല്ല, ജമാഅത്തുകാർ നടത്തുകയാണെങ്കിൽ സങ്കടമല്ല. ഞങ്ങളെക്കാളും മുന്തിയ സലഫികൾ നടന്നുകൊണ്ട് നടക്കണോലാണ് ഈ പണി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷമം. ആ വിഷമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്യേണ്ടതൊന്നുമല്ല, ഇത് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഇതിന് പണിയെടുത്തിരുന്ന ആളുകൾ. ആരാണ് ഈ കദൂബ് മുഹ്താൽ, ഈ നല്ല ആളുകൾ തമ്മിലുള്ള ബന്ധം വഷളാക്കി കള്ളത്തരം പറഞ്ഞ് വഞ്ചിച്ച് ചതിച്ച് ഈ ജാതി കള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവൻ ആരാണ്? അവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അവനാണ് ഈ ബന്ധങ്ങൾ തകർക്കുന്നത്, അവനാണ് ഈ ബന്ധങ്ങൾ വഷളാക്കുന്നത്, അവനാണ് ഈ പ്രസ്ഥാനത്തിന്റെയും ആദർശത്തിന്റെയും ശത്രു. അതാരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്കിടയിലും ജില്ലയിലും സ്റ്റേറ്റിലും ആരാണ് മുജാഹിദുകൾക്കിടയിൽ ഇത്തരം പണികളുമായി നടക്കുന്നത്? അവരാണ് വിദ്വേഷം വളർത്തുന്നത്, ആദർശത്തിൽ നിന്നുള്ള വ്യതിയാനം പ്രചരിപ്പിക്കുന്നത്, കളവ് നടത്തുന്നത്, വഞ്ചന കാണിക്കുന്നത്, ഇവിടെ ഛിദ്രതയുണ്ടാക്കുന്നത്, ഈ ആദർശം നശിപ്പിക്കുന്നത്, ഈ സംഘടനയെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും തിരിച്ചറിയണം. അവരത് നിർത്തണം. ഞാൻ റബ്ബിനെ സാക്ഷി നിർത്തി ഈ സദസ്സിനോട് ആവശ്യപ്പെടുന്നത്, ഇവിടെ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിർത്തണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ പ്രസ്ഥാനം നിങ്ങളൊക്കെ നിങ്ങളുടെ വഴിക്ക് പോയാലും ഇതിവിടെ നിലനിൽക്കണം. ഇത് റബ്ബിന്റെ ഹിസ്ബുള്ളയാണ്, അള്ളാഹുവിന്റെ കക്ഷിയാണ്, തായിഫത്തും മൻസൂറയാണ്. നമ്മളൊക്കെ നിസ്സാരന്മാരായ ആളുകളാ. ഇതിലേക്ക് വന്നു, ഇതിൽ നിന്ന് പോകും. ഇത് ഇവിടെ കണ്ണിമുറിയാതെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം മലയാളികൾക്കിടയിൽ. ഈ തൗഹീദ് പറയാൻ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ ചില മഹാന്മാര്, ചില തെളിവുമായിട്ട് നടക്കുന്ന ആളുകൾ, ഇവര് ഈ പ്രസ്ഥാനം നശിച്ചാ പിന്നെ ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്താ? ഇവർക്ക് എവിടെയത് പറയാൻ പറ്റുക? ഇവരെ പണികൊണ്ട് ഈ പ്രസ്ഥാനം നശിക്കല്ലാതെ ഈ പ്രസ്ഥാനത്തിന് കരുത്ത് പകരാൻ കഴിയോ? എന്തൊരു വിഡിത്താണ്! റബ്ബിനോട് മാത്രം സഹായം തേടണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഈ ദുഷ്പ്രചരണം നടത്തുന്നത്, ദുരാരോപണവുമായി നീങ്ങുന്നത്, ഛിദ്രതയിലെയും ഭിന്നിപ്പിലേക്കും പോകുന്നത്? അവസാനിപ്പിക്കണം ഇത്. അതാണ് എനിക്ക് പറയാനുള്ളത്. യാ ഖൗമി മാലി അദ്ഉകും ഇലൻ നജാത്ത് വതദ്ഉനനി ഇലൻ നാർ. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ നിങ്ങളെ രക്ഷയുടെ മാർഗത്തിലേക്ക് വിളിക്കുന്നു, നിങ്ങൾ എന്റെ നരകത്തിലേക്കും വിളിക്കുന്നു. അദ്ഉകും തദ്ഉനനി ലിഅക്ഫുറ ബില്ലാഹ്.
നിങ്ങൾ എന്നെ വിളിക്കുന്നത് അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലേക്ക്, ശിർക്ക് ചെയ്യുന്നതിലേക്കാണ്. അതിലേക്കാണ്, ശിർക്കിലേക്കാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, കുഫറിലേക്കാണ് എന്നെ വിളിക്കുന്നത്. വഅദുഉക്കും, ഞാൻ നിങ്ങളെ വിളിക്കുന്നതോ ഇലൽ അസീസിൽ ഗഫാർ, റബ്ബിലേക്കാണ് വിളിക്കുന്നത്. നിങ്ങൾ ജിന്നിലേക്ക് വിളിക്കുന്നു, ഞങ്ങൾ റബ്ബിലേക്ക് വിളിക്കുന്നു. ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നു. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നു. ഇത് വിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. ഇത് ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട റജുലുൻ മുഅ്മിനുൻ, വിശ്വാസിയായ ഒരു മനുഷ്യന്റെ വാക്ക് അല്ലാഹ് ഖുർആനിൽ ഉദ്ധരിച്ചതാണ്. അതാണ് ഇവിടെ നോക്കേണ്ടത്. ഇത് പറഞ്ഞു നടക്കുന്ന ആളുകളെ പരിഹസിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ പറഞ്ഞു നടക്കുന്ന ആളുകൾ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്, തൗഹീദിലേക്കാണ് ക്ഷണിക്കുന്നത്. അതാണ് രക്ഷാമാർഗം. നേരെ മറിച്ച് ശിർക്കിലേക്കാണ്, ജിന്നിനോട് സഹായം ചോദിക്കുന്നതിലേക്ക്, ജിന്നിന്റെ അടുക്കലേക്കാണ് വിളിക്കുന്നത്, ശിർക്കിലേക്കാണ് വിളിക്കുന്നത്, നരകത്തിലേക്കാണ് വിളിക്കുന്നത്. ആ ഒരു വികാരമാണ് ഈ പറഞ്ഞു പോയത്. ക്ഷമിക്കുക. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് എന്റെ വാചകത്തിൽ വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ക്ഷമ ചോദിക്കും. വ്യക്തിപരമായിട്ടല്ല, ആ വിഷയത്തോടുള്ള, അതിന്റെ പിന്നിൽ നമ്മുടെ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടുള്ള അമർഷമാണ് എന്റെ വാചകത്തിൽ പ്രകടമായത് എന്നോർക്കുക. അതുമാത്രം. സിഹറിനെ സംബന്ധിച്ചു വന്ന, മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചു എന്ന ബുഖാരിയിലുള്ള ഹദീസിനെ പറ്റിയാണെങ്കിൽ ആ ഹദീസ് സ്വഹീഹാണ്. ആ ഹദീസ് സ്വഹീഹാണ്. സിഹർ ബാധിക്കുമെന്നതിൽ കേരള ജമിയത്തുൽ ഉലമയ്ക്കിടയിൽ പണ്ടും ഇന്നും രണ്ടഭിപ്രായം ഇല്ല. മുജാഹിദുകളായ ഏതെങ്കിലും ആളുകൾക്ക് ചിലപ്പോ വ്യക്തിപരമായി വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽ അവരും പടച്ചവനും. മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ജമിയത്തുൽ ഉലമയുടെ തീരുമാനം ഈ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതിൽ തന്നെ എഴുതിയത് നേരത്തെ തന്നെ സിഹറിന് ഹഖീഖത്തുണ്ടെന്നും സിഹർ ബാധിക്കുമെന്നും നേരത്തെ തന്നെ ജമിയത്തുൽ ഉലമ തീരുമാനിച്ചതാണ് എന്ന് അതിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന് ജമിയത്തുൽ ഉലമ മാറിയിട്ടില്ല. ആ ബുക്കിൽ നിന്ന് ചില ആൾക്കാർ മാറിയിട്ടുണ്ട്, അതിലൊക്കെ തെറ്റാന്ന് പറഞ്ഞാണ്ടെന്നേ ഉള്ളൂ. അതല്ലാതെ ജമിയത്തും KNM ഇതിന്റെ നേതൃത്വവും അതിന്റെ കൂടെ നിൽക്കുന്നവരും അതിൽ തന്നെയാണ് ഉള്ളത്. അവസാനിപ്പിക്കും. സമയം കഴിഞ്ഞുകൊണ്ട് ഒരാൾക്ക് ഒരു ചോദ്യമേ എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിക്കാൻ സമ്മതിക്കണം. ആദ്യം പെർമിഷൻ ചോദിക്കുകയാണ്. പിന്നെ ആദ്യത്തെ ചോദ്യം പിന്നെ KJU സെക്രട്ടറി മദനിയോടാണ്. പിന്നെ ഈ അബ്ദുറഹ്മാൻ സലഫി ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, പിന്നെ ഈ പുസ്തകത്തെ കുറിച്ചിട്ട് അബ്ദുറഹ്മാൻ സലഫിയാണ് എഴുതിയ സംസാരം ആൾക്കാരുടെ ഇടയിലുണ്ട്, പക്ഷെ അദ്ദേഹം അല്ല എഴുതിയെന്ന് പറഞ്ഞു. പിന്നെ ആരാണ് അത് തയ്യാർ? അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ജിന്ന് സിഹർ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാട് എന്താണ് എന്ന് മുജാഹിദുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് മുമ്പ് കേരള ജമിയത്തുൽ ഉലമയുടെ മെമ്പർമാരായ കൗൺസിലർമാർക്ക് ഈ വസ്തുത വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇത് സംബന്ധിച്ചൊരു ലേഖനം ആദ്യമായി ജമിയത്തിന്റെ കൗൺസിൽ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വായിച്ചു. വായിക്കാൻ ഏൽപ്പിച്ചിരുന്നത് അബ്ദുറഹ്മാൻ സലഫി ആയിരുന്നു. അദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോൾ സദസ്സിൽപ്പെട്ട പലരും ഞങ്ങൾക്ക് ഇതിന്റെ കോപ്പി വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കോപ്പി തരാനായിട്ടില്ല, ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചിലത് ചേർക്കേണ്ടതുണ്ട്, കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്, അതിനുശേഷം പുസ്തകമാക്കി നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞു. അതിനുവേണ്ടി പുസ്തകം എഴുതാൻ ചില ആൾക്കാരുമായി ബന്ധപ്പെട്ട് എഴുതി ഞങ്ങളത് പലപ്പോഴായി വായിച്ചു. ആരൊക്കെ വായിച്ചു എന്നല്ലേ? ഇവിടെ ഒരു ചോദ്യമുണ്ട്, വളരെ വ്യാപകമായി നടക്കുന്ന ഒരു ചോദ്യം. ഇന്നലെ മെനയാന്നൊക്കെ എത്രയോ മിനിറ്റ്, 20-25 മിനിറ്റോളം ഇത് പ്രശ്നങ്ങളായിട്ട് ഫോണിൽ സംസാരിക്കേണ്ടതുണ്ട്. അവസാനം കാത് ചൂടായിട്ട് ഞാൻ വെച്ച് കളിയാ ചെയ്തു. എന്താ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ജമിയത്തിന്റെ കൗൺസിലിൽ, എക്സിക്യൂട്ടീവിൽ, ഫത്വ ബോർഡിൽ ഈ പുസ്തകം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടോ? ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ മാലോകർ ഒന്നായിട്ട് കേൾപ്പിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. ഇത് എഴുതി പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി 5-6 ആളെ അധികാരപ്പെടുത്തി.
അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽപ്പെട്ട വ്യക്തികൾ വായിച്ചു കേൾപ്പിക്കപ്പെടേണ്ടവർ AP അബ്ദുൽ ഖാദർ മൗലവി, TP അബ്ദുൽ മദനി, മർഹൂം ഐദീദ് തങ്ങൾ, മുഹിയുദ്ദീൻ മദീനി, PK അബ്ദുൾ റസാഖ് അലി അഹമ്മദ് അലി മൗലവി, ഇങ്ങനെയുള്ള ആൾക്കാർ. ഹനീഫനെയും അനസിനെയും ഞങ്ങളത് എഴുതാൻ ഏൽപ്പിച്ചു. അവരെഴുതി കൊണ്ടുവന്നു. ഞങ്ങളത് പരിശോധിച്ചു. ഞങ്ങൾ പരിശോധിക്കുക മാത്രമല്ല, പലവട്ടം വായിച്ചു. ഏറ്റവും ഒടുവിൽ വായിച്ചത് മുഹിയുദ്ദീൻ മദീനിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അന്നായിരുന്നു മടവൂരികൾക്കൊരു മറുപടി എന്ന സ്വഭാവത്തിൽ പരപ്പനങ്ങാടി വെച്ച് ഗംഭീരമായൊരു യോഗം നടന്നു. ആ യോഗം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഏകദേശം പുലരാൻ നേരം വരെ ഇരുന്ന് അത് വായിച്ചു. അതിനുശേഷം പലരും ചോദിക്കരുത്, അതിന് നിങ്ങളറിയോ ആ പുസ്തകത്തെ പറ്റി? ഞാനാണ് അതിന് ആമുഖം എഴുതിയിട്ടുള്ളത്. ഞങ്ങൾ അവിടുന്ന് ആലോചിച്ചു, ഓരോ വാചകത്തിലെ തെറ്റുതിരുത്തി. അങ്ങനെ കൃത്യമായി ജമിയത്തുൽ ഉലമ ആധികാരികമായി വായിച്ചു കേൾപ്പിച്ചു അംഗീകാരം നേടി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഈ പുസ്തകം. ഇവിടെ ഷാഫി സലാഹിയും അതുപോലുള്ള ആൾക്കാരും പ്രചരിപ്പിച്ച എന്താണ്? അബ്ദുറഹ്മാൻ സലഫി എഴുതി ഉണ്ടാക്കിയ പുസ്തകമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, കേരള ജമിയത്തുൽ ഉലമ ജനങ്ങളുടെ മുന്നിൽ ഒരു പുസ്തകം അവതരിപ്പിക്കുകയും അതിനൊരു അവതാരിക എഴുതുകയും ആമുഖം എഴുതുകയും ജമിയത്തുൽ ഉലമ എന്ന് ആ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണ വിഭാഗത്തെപ്പറ്റി പറയുകയും ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ഇത് അബ്ദുറഹ്മാൻ സലഫി എഴുതിയാന്ന് പറയുന്നതിന് എന്തെന്നാ പേര് പറയാൻ നിങ്ങൾ ആലോചിച്ചു? വസ്തു അതാണ്. ഇത് കൃത്യമായി അങ്ങനെ എഴുതുക മാത്രമല്ല, ഇത് കേൾപ്പിക്കേണ്ടവരെ കേൾപ്പിച്ചു, പ്രസിദ്ധീകരിച്ചു, പുറത്തിറക്കിയപ്പം ഇതിൽ 60 തെറ്റുണ്ട് ഒരു ഭാഗത്തുനിന്ന്, 38 തെറ്റുണ്ട്, ഇവിടെ ചോദ്യം ഉണ്ടായില്ല, 29 തെറ്റുണ്ട്. അപ്പോ 2ഓ 3ഓ സ്ഥലത്ത് വെച്ച് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, മനുഷ്യന്മാരാണ് ഞങ്ങളൊക്കെ, വിവരക്കേടും ഉണ്ടാവും, ശരിയാണ്. ഈ പുസ്തകത്തിൽ അംഗീകരിക്കപ്പെടേണ്ട പ്രമാണബദ്ധമായ വല്ല തെറ്റുമുണ്ടെങ്കിൽ അതൊന്ന് രേഖാമൂലം നിങ്ങൾ എഴുതി തരികയാണെങ്കിൽ നമുക്ക് സമ്മേളനമൊക്കെ ഉണ്ട്. അപ്പൊ അടുത്തത് റീപ്രിന്റ് ചെയ്യണം, അതിൽ തെറ്റുകൾ തിരുത്തി ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാം. അല്ലല്ല, ഇന്നും ആ പ്രഖ്യാപനം നിങ്ങളുടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സമ്മേളനത്തിന് എന്ത് ചെയ്യാൻ പോകും? അതൊരൊറ്റ കോപ്പി കിട്ടാനില്ല, എന്ന് പറഞ്ഞാൽ കൊടുത്തതൊക്കെ വിറ്റ് കഴിയുകയാണ്. അപ്പൊ ഇത് റീപ്രിന്റ് ചെയ്യണം തീർച്ചയായും. അപ്പൊ അങ്ങനെ വല്ല തെറ്റുണ്ട് എന്ന് ആധികാരികമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഇത് ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ചാണ്, ജമിയത്തുൽ ഉലമ വായിച്ചിട്ടുണ്ട്, ജമിയത്തുൽ ഉലമ തെറ്റുതിരുത്തിയിട്ടുണ്ട്. AP അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള ജമിയത്തിന്റെ നേതാക്കൾ പലവട്ടം ഇതിന് നിർദ്ദേശങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണിത് എന്ന് ജമിയത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി എന്ന രൂപത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മദനി പറഞ്ഞ കാര്യം വ്യക്തമായി. പക്ഷേ ഒരു ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഈ കൂട്ടായ്മയിൽ ഈ സമയത്ത്, അതായത് ഈ കുറച്ചു കാലങ്ങളായിട്ട് ഈ ജിന്നസീർ വിഷയങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ പണ്ഡിത സഭയിൽ ചർച്ച ചെയ്തിരുന്നോ? ഈ വിഷയങ്ങളിൽ ഒരു അഭിപ്രായം എല്ലാ ആൾക്കാരും സ്വീകരിക്കുകയും അതിന്റെ ശരിയായ വശം എന്താണ് ചിന്തിക്കുകയും ചെയ്ത ശേഷമാണോ ഇത് പുറത്തിറക്കിയെന്ന് കൂടി അറിഞ്ഞാൽ നന്നായിരുന്നു. അതല്ല പറഞ്ഞ ജമിയത്തുൽ ഉലമയുടെ കൗൺസിലിൽ വായിച്ചു കേൾപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ എണ്ണിയുണ്ടോ? ജമിയത്തുൽ ഉലമയുടെ കൗൺസിലിൽ വായിച്ചു കേൾപ്പിച്ചു, എന്നിട്ട് ഇത് പുസ്തകമായി പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. ഫത്വ ബോർഡ് എന്നിട്ട് ഇതുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട 4-5 പണ്ഡിതന്മാരുണ്ട്, അവരെ കേൾപ്പിച്ചു. അങ്ങനെയല്ലാതെ അംഗീകാരം നീങ്ങാൻ ആരോട് അംഗീകാരം നീങ്ങാം? മുഴുവൻ ജനങ്ങളോടും അംഗീകാരം നീങ്ങണം. ഒരു പുസ്തകം എഴുതാൻ തിരക്കടില്ല. ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ ഏതെങ്കിലും ഒരാൾ ഇന്ന തെറ്റുണ്ടെങ്കിൽ അവൻ തിരുത്തിക്കാളി എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരോടും പറയണില്ല, ഞങ്ങൾ തിരുത്തലും ചെയ്യും. ഇത് പുസ്തകത്തിന് ഇതുവരെ ഒരാരോപണം പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തുണ്ട് കുറ്റം അത് നോക്കി നടക്കുക എന്നുള്ള വസ്തുത ഏതായിരിക്കെ ഈ പറഞ്ഞതിന് യാതൊരർത്ഥവുമില്ല. ഒരുപാട് കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കത്തക്ക രൂപത്തിൽ ചോദിക്കുകയും പറയുകയും എഴുതുകയും ചെയ്ത വസ്തുതയാണിത്.
അതല്ലത് ആൾക്കാർ പഠിച്ചു പഠിച്ചു. നിങ്ങൾ വായിച്ചു നോക്കിയല്ലത്, നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാലത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അല്ലാതെ ജമിയത്തിന്റെ മുഴുവൻ മെമ്പർമാരോടും ആലോചിച്ചിട്ടോ അവരുടെ അഭിപ്രായം എടുത്തിട്ടോ എൻ്റെ പുസ്തകം ഇല്ല. അതിൽ പ്രാമാണികമായ അതിൻ്റെ ഉപനിർവാഹക സമിതി എന്നിട്ടൊരു സമിതി ഉണ്ട്. അവരാണ് അതിൻ്റെ പ്രഗത്ഭര്. അവർക്ക് വലിയ സഹായമോ സംശയമോ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരോട് ചോദിക്കും. അവർ ചെയ്തത് തെറ്റുണ്ടെങ്കിൽ അവരത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരും. അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ടവരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും വായിച്ച് കേൾപ്പിക്കുകയും തിരുത്തുകയും ചെയ്ത അനുഭവങ്ങൾ എമ്പാടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സംഘടനയിൽ ഏറെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇതിൽ ആദ്യമായിക്കൊണ്ട് ഇസ്ലാഹിൽ എഴുതിയിട്ടുള്ള ആ ലേഖകൻ ഇന്നും നമ്മുടെ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും സ്ഥാനം വഹിക്കുകയോ അല്ലെങ്കിൽ അതുമായി എന്തെങ്കിലും പണിഷ്മെന്റുകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, മുജാഹിദ് ബാലുശ്ശേരിയെ ഉപാധികളോടെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു. ചില ആളുകൾ പറയുന്നത് കേൾക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയോട് ചോദിച്ചിട്ട് മാത്രമേ പരിപാടി നടക്കാൻ പാടുള്ളൂ എന്നുള്ള ധ്വനികൾ കേൾക്കുന്നു. എന്ത് ഉപാധികളാണ് അദ്ദേഹവുമായി കൊണ്ടുള്ളതെന്ന് വിശദീകരിക്കും. അസ്സലാമു അലൈക്കും. ഇത് പറയണ്ട എന്ന് വിചാരിച്ച സംഗതിയാണ്. പിന്നെ പറയണം എന്ന് പറയുമ്പോൾ അത് പിന്നെ സൂചിപ്പിക്കുക. ഞാൻ എളുപ്പം പറയാം. ഞാൻ പൊതുവെ പറഞ്ഞ ഇങ്ങനെ കുറച്ച് നീണ്ടു പോകാറുണ്ട്. ഇത് ഞാൻ ചുരുക്കാം. സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിധത്തിൽ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ക്ലാസുകളിലൂടെയും ഖുത്ബകളിലൂടെയും അവതരിപ്പിച്ച KK സക്കരിയ സ്വലാഹി തുടങ്ങിയവരെ മുജാഹിദ് സെന്ററിൽ വിളിച്ചു വരുത്തി ഉപദേശിച്ചു. 1. എണ്ണല് നിങ്ങൾ എണ്ണിക്കോളി. 2. ഇത്തരം പ്രവർത്തനങ്ങൾ രഹസ്യമായി തുടരുന്നു എന്ന പരാതികൾ ലഭിച്ചതിനാൽ സക്കരിയ സ്വലാഹി, മുജാഹിദ് ബാലുശ്ശേരി, അബ്ദുറഹ്മാൻ ഇരുവേറ്റി മുതലായവരെ പുളിക്കൽ ജാമിയ സലഫിയയിൽ വിളിച്ചു വരുത്തുകയും ശക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. 3. ഉപദേശ നിർദ്ദേശങ്ങൾ ഫലവത്താകാതിരിക്കുകയും ഇത്തരം ക്ലാസുകൾ നടക്കുന്നതായി പരാതികൾ ലഭിക്കുകയും ചെയ്തപ്പോൾ KJU, KNM, ISM, MSM പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ മുമ്പാകെ മുജാഹിദ് സെന്ററിലേക്ക് വിളിച്ചു വരുത്തി ശാസിക്കുകയും ശാസന വിചിന്തനത്തിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 4. സക്കരിയ സ്വലാഹിയുടെ മേൽനോട്ടത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ ലക്കത്തിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തിലെ മേൽപ്പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, അത് വന്നപ്പോ എന്ന് ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു. ഇത് യാഥാസ്ഥികരും മടവൂരികളും നമുക്കെതിരായി ഉയർത്തിപ്പിടിച്ചപ്പോൾ ഹുസൈൻ സലഫി, അനസ് മൗലവി, അബ്ദുൽ ഖാദർ ഹാജി, നാണി ഹാജി, അബ്ദുൽ ഖാദർ കരുവമ്പൊയിൽ, അബ്ദുറഹ്മാൻ സലഫി എന്നിവർ അബ്ദുൽ ജബ്ബാർ മൗലവിയെ സമീപിക്കുകയും ഇത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. 5. ഹുസൈൻ സലഫി, അഹമ്മദ് അനസ് മൗലവി എന്നിവർ തയ്യാറാക്കിയ തിരുത്ത് പ്രസിദ്ധീകരിക്കാതെ ബോധപൂർവ്വം നീട്ടിക്കൊണ്ടുപോയെങ്കിലും ആദർശ പ്രതിബദ്ധതയുള്ള ചിലരുടെ ഇടപെടൽ കാരണം 2008 ജനുവരി ലക്കത്തിൽ വിശദീകരണം പ്രസിദ്ധീകരിച്ചു. 6. ആദർശവിരുദ്ധവും സംഘടനയുടെ സംസ്കാരത്തിനും നയനിലപാടുകൾക്കും യോജിക്കാത്ത വിധത്തിലുള്ളതുമായ പ്രഭാഷണങ്ങൾ വീണ്ടും തുടരുന്നതിനാൽ 30/9/2009 ചേർന്ന KNM സെക്രട്ടേറിയറ്റ് സക്കരിയ സ്വലാഹിയെയും മുജാഹിദ് ബാലുശ്ശേരിയെയും പൊതുപ്രഭാഷണങ്ങളിൽ നിന്ന് വിലക്കാൻ തീരുമാനിക്കുകയും അക്കാര്യം അവരെയും ജില്ലാ സെക്രട്ടറിമാരെയും അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇരുവരും KNM പ്രസിഡന്റ് സെക്രട്ടറിമാരെ നേരിൽ കണ്ട് മാപ്പപേക്ഷിക്കുകയും ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 8/1/2009 ചേർന്ന സെക്രട്ടേറിയറ്റ് മേൽ നടപടി പിൻവലിക്കുകയും ചെയ്തു. അപ്പൊ നടപടിയൊക്കെ മുമ്പും വന്നിട്ടുണ്ട്. ഇതിപ്പോ 2000 ഇനി ഈ ലേഖനത്തിലെ പരാമർശങ്ങൾ നമ്മുടെ എതിരാളികൾ ലേഖനങ്ങളിലും മറ്റും വീണ്ടും ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് തെറ്റായ പരാമർശമാണെന്നും അതുമായി മുജാഹിദുകൾക്ക് ബന്ധമില്ലെന്നും വ്യക്തമാക്കുന്ന ലേഖനം 2010 ആഗസ്റ്റ് 20 വിചിന്തനത്തിൽ പ്രസിദ്ധീകരിച്ചു. 8. ഈ വിവാദം പ്രബോധന രംഗത്ത് പ്രയാസം സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നതിനായി സക്കരിയ സ്വലാഹി, ശംസുദ്ദീൻ ബാലത്ത്, അബൂബക്കർ സലഫി എന്നിവരെ KJU നിർവാഹക സമിതി യോഗത്തിൽ വിളിച്ചു വരുത്തി പ്രസ്തുത യോഗത്തിൽ വെച്ച് തർക്കമില്ലാത്തതും സാധാരണക്കാരായ പ്രവർത്തകരെ പഠിപ്പിക്കേണ്ടതുമായ വിഷയങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുസ്തകം പുറത്തിറക്കാൻ തീരുമാനിച്ചു. അതിനായി കുഞ്ഞീദ് മദനി, ഐരീതങ്ങൾ, സക്കരിയ സ്വലാഹി, ശംസുദ്ദീൻ ബാലത്ത്, അബ്ദുറഹ്മാൻ സലഫി എന്നിവരെ ചുമതലപ്പെടുത്തി അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാനും തീരുമാനിച്ചു. 9. 5 അംഗ സമിതിയിലെ ചിലരുടെ താൽപര്യങ്ങൾ കൊണ്ടും മറ്റും പ്രബന്ധം തയ്യാറാക്കാൻ കഴിഞ്ഞില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കണക്കിലെടുത്ത് ഈ വിഷയത്തിലുള്ള അവ്യക്തതകൾ തീർക്കാൻ സഹായിക്കുമെന്ന നിലയിൽ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വ്യാഖ്യാനക്കുറിപ്പ് പുസ്തകമായി KNM പുറത്തിറക്കിയത്
വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കാൻ KNM-നോട് ആവശ്യപ്പെടാൻ തീരുമാനിക്കുകയും അത് ചെയ്യുകയും ചെയ്തു. 10. ഈ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണമുള്ളവരിൽ നിന്ന് പ്രബന്ധങ്ങൾ ക്ഷണിച്ച് ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സക്കരിയ സ്വലാഹി KJU നിർവാഹക സമിതി അംഗങ്ങൾക്ക് നൽകുകയും പിന്നീട് നെറ്റിലൂടെയും മറ്റും പ്രചരിപ്പിക്കുകയും ചെയ്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രബന്ധങ്ങൾ 13/10/2009 ചേർന്ന നിർവാഹക സമിതി ക്ഷണിക്കാൻ തീരുമാനിച്ചു. KJU KNM പ്രസിഡന്റ്, സെക്രട്ടറിമാർ, ഫത്വ ബോർഡ് ചെയർമാൻ എന്നിവരടങ്ങുന്ന ജൂറിയെ പ്രബന്ധങ്ങൾ പരിശോധിക്കാനും പ്രബന്ധകർത്താക്കളുമായി ചർച്ച നടത്താനും 6/3/2010 ചേർന്ന ഉപനിർവാഹക സമിതി ചുമതലപ്പെടുത്തി. 11. മേൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വ്യത്യസ്തമായ 2 പ്രബന്ധങ്ങൾ ജൂറി പരിശോധിക്കുകയും പ്രബന്ധകർത്താക്കളുമായി ഒന്നിലധികം തവണ ചർച്ച നടത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂറി കൈക്കൊണ്ട തീരുമാനം 29/6/2010 ചേർന്ന KJU നിർവാഹക സമിതി യോഗവും പ്രബന്ധകർത്താക്കളും ഏകകണ്ഠമായി അംഗീകരിച്ചു. 12. KJUവിന്റെ ഏകകണ്ഠമായ ഈ തീരുമാനങ്ങൾ 6/7/10 സർക്കുലറായി KNM ജില്ലാ മണ്ഡലം ശാഖാ സെക്രട്ടറിമാർക്ക് അയച്ചുകൊടുത്തു. 13. KNM ദഅ്വാ വകുപ്പ് CD ടവറിൽ വിളിച്ചു ചേർത്ത മുതിർന്ന പ്രബോധകരുടെ യോഗത്തിൽ സക്കരിയ സ്വലാഹി ഈ വിഷയം ഉന്നയിക്കുകയും ഇതിൽ ചർച്ച നടന്നിട്ടില്ലെന്നും എതിർ പ്രബന്ധം അവതരിപ്പിച്ച ആളുകൾക്കും തനിക്കും ഒരേ വീക്ഷണമാണെന്നും അനവസരത്തിൽ വാദിച്ചു. എതിർ പ്രബന്ധം അവതരിപ്പിച്ച അഹമ്മദ് അനസ് മൗലവി, ഹനീഫ് കായക്കൊടി എന്നിവർ മുൻ പ്രബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ പുതിയ പ്രബന്ധം ക്ഷണിച്ചുകൊണ്ടോ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. അതനുസരിച്ച് 28/5/11 KJU ഉപനിർവാഹക സമിതി യോഗം ചേരുകയും സക്കരിയ സ്വലാഹിയും ഹനീഫ് കായക്കൊടിയും തമ്മിലുള്ള ചർച്ചയ്ക്ക് രൂപം നൽകുകയും 30/5/11 CD ടവറിൽ വെച്ച് ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 15/6/11 KJU നിർവാഹക സമിതി യോഗം ചേരുകയും വിശദമായ ചർച്ചയ്ക്ക് ശേഷം 29/6/10 നിർവാഹക സമിതി ഐക്യകണ്ഠേന കൈക്കൊണ്ട തീരുമാനം ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രസ്തുത തീരുമാനം എല്ലാ തലത്തിലുള്ള പ്രവർത്തകരെയും അറിയിക്കാനും ബോധവൽക്കരിക്കാനുമുള്ള നടപടി സ്വീകരിക്കാനും അത് ലംഘിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ KNM-നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് KJU സെക്രട്ടറി കത്ത് നൽകി. 14. KJUവിന്റെ പ്രസ്തുത കത്തിന്റെ അടിസ്ഥാനത്തിൽ 18/6/11 ചേർന്ന KNM ഭരണസമിതി KJU തീരുമാനം ചർച്ച ചെയ്യുകയും ഈ വിഷയത്തിലുള്ള KJUവിന്റെ പ്രമാണബദ്ധമായ നിലപാട് എല്ലാ ജില്ലകളിലും ആവശ്യമായ മറ്റ് സ്ഥലങ്ങളിലും KJU പണ്ഡിതർ വഴി വിശദീകരിക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം 23/6/11 സർക്കുലർ വഴി KNM ജില്ലാ സെക്രട്ടറിമാരെ അറിയിച്ചു. 15. 18/6/11 ചേർന്ന KNM ഭരണസമിതി തീരുമാനപ്രകാരം ജില്ലകളിലും ആവശ്യപ്പെട്ട മറ്റ് സ്ഥലങ്ങളിലും വിശദീകരണ യോഗങ്ങൾ നടത്താൻ 27/7/11 ചേർന്ന KJU നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു. 16. ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ തലങ്ങളിലും ആവശ്യമായ മറ്റ് സ്ഥലങ്ങളിലും KJUവിന്റെ നേതൃത്വത്തിൽ വിശദീകരണങ്ങൾ നടന്നു. 17. ഏകകണ്ഠമായ തീരുമാനമായതിനാൽ സക്കരിയ സ്വലാഹി മേലിൽ വിരുദ്ധമായ ആശയങ്ങൾ പ്രസംഗിക്കുകയില്ലെന്ന ധാരണയിൽ തിരുവനന്തപുരത്ത് നടന്ന KJU വിശദീകരണ യോഗത്തിൽ സക്കരിയ സ്വലാഹിയെയും പങ്കെടുപ്പിച്ചു. പക്ഷേ KJU നിലപാടിന് വിരുദ്ധമായി ISM-ന്റെ പേരിൽ കാഞ്ഞങ്ങാട്ടും ഹദീസ് സെമിനാർ എന്ന പേരിൽ കാസർഗോഡും സംഘടിപ്പിക്കപ്പെട്ട പരിപാടികൾ സംസാരിച്ച പോലെ 2/10/2011 ഉള്ളാൾ വെച്ച് നടന്ന ഹദീസ് സെമിനാറിലും സംസാരിച്ചു. ഈ പരിപാടി നിർത്തിവെക്കാൻ സംഘാടകരോട് KNM പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആവശ്യപ്പെട്ടതായിരുന്നു. അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുകയും അതിൽ സംസാരിക്കുകയും ചെയ്തതിന് സക്കരിയ സ്വലാഹിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുകയും മേലിൽ ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പുവാങ്ങുകയും ചെയ്തു. 18. ജിന്നിനോടുള്ള സഹായതേട്ടം, ജിന്നുബാധയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന അടിച്ചിറക്കൽ ചികിത്സ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ നിലപാട് സാധാരണക്കാർക്കും പണ്ഡിതർക്കും മനസ്സിലാക്കാൻ സഹായിക്കുന്ന തരത്തിലൊരു പ്രബന്ധം തയ്യാറാക്കുകയും KJU ജനറൽ ബോഡിയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു. പ്രബന്ധത്തിന്റെ കോപ്പി അംഗങ്ങൾക്കും സാധാരണക്കാർക്കും ലഭ്യമാക്കണമെന്ന ആവശ്യം പരിഗണിച്ച് 23/11/2011 ചേർന്ന KJU ഉപനിർവാഹക സമിതി പ്രസ്തുത പ്രബന്ധം പ്രസിദ്ധീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. അനസ് മൗലവി, ഹനീഫ് കായക്കൊടി എന്നിവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട പുസ്തകം AP അബ്ദുൽ ഖാദർ മൗലവി, TP അബ്ദുള്ള കോയ മദനി, M മുഹമ്മദ് മദനി, അഹമ്മദ് അലി മദനി, മൊഹീദ്ദീൻ മദീനി, അബ്ദുറഹ്മാൻ സലഫി, ഐദീദ് തങ്ങൾ എന്നിവരടങ്ങിയ സമിതിക്ക് മുമ്പിൽ പലതവണകളായി വായിക്കപ്പെടുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ വിഷയത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും പ്രമാണബദ്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ പുസ്തകം സഹായകമായിട്ടുണ്ട്. 19/21/6/11 PN അബ്ദുൽ ലത്തീഫ് മദനി മുൻകൈയെടുത്ത് ഒരുമിച്ച് കൂട്ടിയ 10 പണ്ഡിതന്മാർ ഏകകണ്ഠമായി അംഗീകരിച്ച് KNM-നും KJU-വിനും സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ 11ാമത്തേത് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കും തൗഹീദിന് വിരുദ്ധവുമാണ് എന്നാകുന്നു. 2007 ഇസ്ലാഹിൽ ലേഖനമെഴുതി അബ്ദുൽ ജബ്ബാർ മൗലവി മേൽ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് 2/10/11 KJU-വിന് കത്ത് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ 26/12/11 ചേർന്ന KJU ദൗറയിൽ ഈ വിഷയം ചർച്ച ചെയ്തു.
ജിന്നിനോട് ജിന്നിന് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നത് അഭൗതികമല്ലെന്നും കാര്യകാരണ ബന്ധത്തിന് അതീതമല്ലെന്നും അതിനാൽ തന്നെ ശിർക്കല്ലെന്നും അദ്ദേഹം വാദിച്ചു. ശിർക്കും ഹറാമുമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മറ്റുള്ളവർ അഭിപ്രായപ്പെട്ടു. വ്യത്യസ്തമായി അഭിപ്രായം രേഖപ്പെടുത്തിയവർക്ക് കൂടുതൽ പഠിക്കാൻ അവസരം നൽകുകയും അടുത്ത ദൗറയിൽ വിഷയം ക്രോഡീകരിച്ച് അവതരിപ്പിക്കാൻ ഫൈസൽ മുസ്ലിയാർ, ഹനീഫ് കായക്കൊടി എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 26/1/12 ചേർന്ന ദൗറയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരാമർശിച്ച ശേഷം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ജിന്നിന്റെ കഴിവിൽപ്പെട്ടതാണെങ്കിലും അത് അദൃശ്യവും അഭൗതികവുമായതിനാൽ ശിർക്കും ഹറാമുമാണെന്നും അവർ പ്രബന്ധത്തിലൂടെ സമർത്ഥിച്ചു. അബ്ദുൽ ജബ്ബാർ മൗലവി ഒഴികെയുള്ള എല്ലാവരും അതിനോട് യോജിച്ചു. ദൗറയുടെ ഈ റിപ്പോർട്ട് KJU നിർവാഹക സമിതിക്ക് സമർപ്പിക്കുകയും ശിർക്കൻ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും തൗഹീദി ആദർശം ഉൾക്കൊള്ളുന്നവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അബ്ദുൽ ജബ്ബാർ മൗലവിയെ KJU നിർവാഹക സമിതി അദ്ദേഹം വഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. 20 ദൗറയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നതിനായി 6/2/12 ചേർന്ന KJU നിർവാഹക സമിതിയുടെയും ഫത്വ ബോർഡിന്റെയും സംയുക്ത യോഗത്തിലെ ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിലുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ് എന്നത് സക്കരിയ സ്വലാഹി മാത്രം അംഗീകരിക്കാതിരിക്കുകയും ശിർക്കിലേക്കുള്ള വഴി ഹറാം എന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്ന് വാദിക്കുകയും ചെയ്തു. മുതിർന്ന പണ്ഡിത നേതാക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സ്വലാഹി തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും തീരുമാനത്തിൽ ഒപ്പുവെക്കാതെ യോഗം പിരിയുകയും ചെയ്തു. തുടർന്നുള്ള സലഫിയുമായുള്ള സംഭാഷണത്തിന്റെ അവസാനത്തിൽ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുകയും അദ്ദേഹം ഇത് ശിർക്കാണെന്ന് അംഗീകരിച്ച് സ്വമനസ്സാലെ ഒപ്പുവെക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ തീരുമാനവും ഐക്യകണ്ഠേനയായി തീർന്നു. പ്രസ്തുത തീരുമാനം 23/2/12 KNM ജില്ലാ മണ്ഡലം ശാഖാ കമ്മിറ്റികൾക്ക് അയച്ചു കൊടുക്കുകയും ഈ തീരുമാനം പ്രവർത്തകർക്ക് വായിച്ചു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. രണ്ട് കാര്യം കൂടി. ഇത്രയും ദീർഘകാലത്തെ നടപടികൾക്കും ഇടപെടലുകൾക്കുമൊക്കെ ശേഷം ഐക്യകണ്ഠേന എടുത്ത നിലപാടിനും KJU തീരുമാനങ്ങൾക്കും വിരുദ്ധമായി പുളിക്കലിൽ വെച്ച് നടന്ന ISM ലൈറ്റ് എക്സിബിഷനിൽ സക്കരിയ സ്വലാഹി സംസാരിച്ചു. അത്തരം വിഷയങ്ങൾ സംസാരിക്കരുതെന്ന് യോഗാധ്യക്ഷനായ PN അബ്ദുൽ ലത്തീഫ് മദനി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. KNM സെക്രട്ടേറിയറ്റ് ഒന്നിലധികം തവണ ഈ വിഷയത്തിൽ സക്കരിയ സ്വലാഹിയോട് സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും 17/3/12 ചേർന്ന KNM ഭരണസമിതി അദ്ദേഹത്തോട് വിശദീകരണം തേടാൻ തീരുമാനിക്കുകയും ചെയ്തു. 20/3/12 ഭരണസമിതി തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചു. നടപടിയെക്കുറിച്ച് കുവൈത്തിൽ വെച്ച് തന്നെ അറിഞ്ഞിരുന്നെന്നും ഖത്തറിലെത്തിയപ്പോൾ കത്ത് കൈപ്പറ്റുകയും നൽകിയ ആൾ തനിക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയായതിനാൽ കത്ത് പരിഗണിച്ചില്ലെന്നും 2 ദിവസത്തിനകം കത്തിന്റെ ഉള്ളടക്കവും കത്ത് കിട്ടിയ വിവരവും വീട്ടിൽ നിന്ന് തന്നെ അറിഞ്ഞുവെന്നും അദ്ദേഹം നൽകിയ മൊഴിയിൽ നിന്നും 4/7/12 ഇമെയിൽ വഴി നൽകിയ മറുപടിയിൽ നിന്നും വ്യക്തമാണ്. 15 ദിവസത്തിനകം നേരിട്ട് ഹാജരായി തൃപ്തികരമായ വിശദീകരണം നൽകണമെന്നും അതുവരെ പരിപാടികൾ സംബന്ധിക്കരുതെന്നുമുള്ള ഭരണസമിതിയുടെ തീരുമാനം സക്കരിയ സ്വലാഹി ലംഘിക്കുകയായിരുന്നു. ഖത്തറിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയും മറ്റു ദിവസങ്ങളിൽ ഇസ്ലാഹി സെന്ററിൽ ഒരു പുസ്തകം വായിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തു എന്ന് സ്വലാഹി മൊഴി നൽകി അന്വേഷണ സമിതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് സൗദി അറേബ്യയിൽ പോയി ബുറൈദ, റിയാദ് എന്നിവിടങ്ങളിൽ പ്രസംഗം സംഘടിപ്പിക്കാനുള്ള ശ്രമം വിഫലമായെങ്കിലും മദീനയിൽ ജാലിയാത്തിന്റെ കീഴിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. 23/12 നൽകിയ നോട്ടീസിന് 2 മാസം കഴിഞ്ഞ് 21/5/12 വിശദീകരണം നൽകുന്നത്. 22/5/12 അന്വേഷണ സമിതിയുടെ മുമ്പാകെ ഹാജരാകുന്നത്. ഈ തരത്തിൽ ഉള്ള 23 നടപടിക്രമങ്ങൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ 6 മാസത്തിനകം നടന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഉപദേശങ്ങളും താക്കീതുകളും ശാസനകളും മാറ്റി നിർത്താൻ പ്രഭാഷണങ്ങൾ മാറ്റി നിർത്താനുള്ള തീരുമാനങ്ങളും എടുക്കുകയും മാപ്പപേക്ഷിക്കുകയും സമ്മതിക്കുകയും തിരുത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ദീർഘമായ 6 വർഷത്തിനുള്ളിൽ ഈ 23 നടപടിക്രമങ്ങൾ കഴിഞ്ഞുപോയിട്ടുള്ളത്. അതാണ് ആദ്യമായിട്ട് ഒറ്റയടിക്ക് ഒരു തെറ്റ് പറഞ്ഞപ്പോൾ എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞ് പിടിച്ചു പുറത്താക്കിയതല്ല. നേരത്തെ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നതാണ്. വീണ്ടും ഇനി ചോദിക്കാതിരിക്കാൻ ഇത് വിശദമായി പറഞ്ഞുവെന്നേയുള്ളൂ. രണ്ടാമത്, മുജാഹിദ് ബാലുശ്ശേരിയുടെ വിഷയത്തിലുള്ള നിരീക്ഷണ വിധേയമായി സോപാധിയോടെ എന്ന് പറഞ്ഞത് എന്താണ്? അത് മറ്റൊന്നുമല്ല, അദ്ദേഹം ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു കാലയളവ് 6 മാസം, ഈ 6 മാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ പരിപാടി ആവശ്യമുള്ള സംഘടിപ്പിക്കുന്ന ശാഖകൾ മുജാഹിദ് സെന്ററിൽ അത് രേഖാമൂലം എഴുതി കൊടുക്കുകയും മറ്റു പരിപാടികളുമായി ഏറ്റുമുട്ടാത്ത വിധത്തിൽ അവിടെ നിന്ന് തീരുമാനമെടുത്ത് അറിയിക്കുകയും ചെയ്യുന്ന പരിപാടികളിലെ അദ്ദേഹത്തിന് പങ്കെടുക്കാവൂ. അതേപോലെ തന്നെ അങ്ങനെ ഒരു സൂക്ഷ്മതയോടെ അദ്ദേഹത്തിന്റെ പരിപാടി സംഘടിപ്പിക്കാവൂ എന്നതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് അതിൽ പ്രധാനപ്പെട്ടത്. മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ്.
മറ്റൊരു പൊതുസമൂഹം അറിയേണ്ട, നമ്മുടെ സംഘടനാ പ്രവർത്തകർ അറിയേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം തന്നെ പോസ്റ്റർ അടിച്ചൊരു ഫോൺ ചെയ്ത് അങ്ങനെ ചെയ്താൽ പറ്റില്ല. നേരെ മറിച്ച് ഈ തീരുമാനപ്രകാരം അവർ ഈ കാര്യം മുജാഹിദിനെ വിളിച്ചാൽ മുജാഹിദ് പറയും നിങ്ങൾ അവിടെ ബന്ധപ്പെടണം, സെന്ററിൽ ബന്ധപ്പെടണമെന്ന്. അപ്പൊ അവിടെ ബന്ധപ്പെട്ട് അത് എഴുതി കൊടുത്ത് ആ ഡേറ്റിന് വേറെ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ച് സമ്മതം മുജാഹിദ് സെന്ററിൽ നിന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് നൽകുന്നത്. അങ്ങനെയാണ് പരിപാടി നടത്തേണ്ടത്. അത്രയേ ഉള്ളൂ. പിന്നെ ഈ പരിപാടികളിൽ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായത്, നേരത്തെ ഉണ്ടായതുപോലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിരീക്ഷണം, അത് അദ്ദേഹത്തിനും ആദർശത്തിനും സംഘടനക്കും സംഘാടകർക്കും ഗുണത്തിനു വേണ്ടിയാണ് അങ്ങനെ ഒന്ന് ചെയ്തിട്ടുള്ളത്. വേറെ കർക്കശമായ ഉപാധികളും കാര്യങ്ങളും ഒന്നുമില്ല. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസിൻ മിറല്ലാഹ്. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഇനി ഈ പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഇന്ന് വളരെ കാര്യമായി, വളരെ നേരത്തെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത ഒരു വിഷയം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇടയിൽ സ്നേഹബന്ധം തകരുകയും ജയിക്കലും തോൽക്കലും ആ രൂപത്തിൽ കാര്യങ്ങളെ കാണുകയും പണ്ടത്തെ നമ്മൾ പ്രയാണം ചെയ്തിരുന്ന അവസ്ഥകൾക്ക് വിരുദ്ധമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും കമന്റുകളും എഴുത്തുകളും നോട്ടീസുകളും ആളെ പറഞ്ഞും അല്ലാതെയുമുള്ള നോട്ടീസുകളും ഒക്കെ വന്ന് നമ്മുടെ ഇടയിൽ കലുഷിതമായ ഒരവസ്ഥയാണ് സത്യത്തിലുള്ളത്. നമ്മൾ ഒരു സമ്മേളനം നിശ്ചയിച്ച് അതിൻ്റെ 2-3 മാസങ്ങൾ കൊണ്ട് അത് പൂർത്തിയാക്കേണ്ട അവസ്ഥയിലാണുള്ളത്. ഇത്തരമൊരു ഘട്ടത്തിൽ നാം വിഘടിച്ചു നിൽക്കുകയും തമ്മിൽ തോൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണെങ്കിൽ ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള കൊച്ചു സദസ്സുകളിൽ നിന്ന് കേരളമൊട്ടാകെ സംഗതികൾ മനസ്സിലാക്കി കൊടുക്കാതിരുന്നുകൂടാ. നിങ്ങൾക്കറിയാലോ, ശരിക്കും അള്ളാഹുവിൻ്റെ തൗഹീദും ആഖിറത്തും റിസാലത്തും പരലോകമോക്ഷം ഉദ്ദേശിച്ച് മറ്റൊരു പാർട്ടി വ്യവസ്ഥയില്ലാതെ ഉദ്ദേശമില്ലാതെ ചെയ്യുന്നവർ കേരളത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു സംഘടനകളെയും നിങ്ങൾക്ക് ഈ രൂപത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ കാണാൻ പറ്റൂല. നിങ്ങൾ ആരെ പരിശോധിച്ചു നോക്കും, തൗഹീദ് ഈ രൂപത്തിൽ പറയാനും വിശ്വാസപരമായ കാര്യങ്ങളെയും ആചാരങ്ങളെയും വസ്തുനിഷ്ഠമായി വിശദീകരിക്കാനും അതുപോലെ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന വേറെ ആരുമില്ല. നമ്മൾ തളർന്നു പോയാൽ, നമ്മളെ തളർത്തിയാൽ ശരിക്കും ഇബ്ലീസ് രക്ഷപ്പെട്ടു, ജയിച്ചു എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് നമ്മിൽ വളരെ, നിങ്ങൾ ആലോചിച്ച് നോക്കണോ, ഇത് ചില്ലറ കാര്യമല്ല. മുജാഹിദുകളിലെ 2ാം തലമുറ കഴിഞ്ഞിട്ടില്ല, 3ാമത്തെ തലമുറ മുട്ടിട്ട് വരുന്നുള്ളൂ. ആ കുട്ടികളാണ് നാളെ ഈ തൗഹീദ് ഏറ്റെടുക്കേണ്ടത്. അവരാണ് ഈ നേതൃത്വത്തിൽ വരേണ്ടത്. അവരാണ് ഈ സംഘടനയെ നയിക്കേണ്ടത്. അവരാണ് ഇവിടുത്തെ പ്രസിദ്ധീകരണവുമായി മുന്നോട്ട് പോകേണ്ടത്. അവരാണ് വെല്ലുവിളികൾക്ക് മറുപടി പറയേണ്ടത്. ആ കുട്ടികളെയാണ് ഈ ജിന്ന് ബാധിച്ചത്, ഈ ആശയം ബാധിച്ചത്, ഈ സംശയമുണ്ടായത്. അവരാണിത് ചോദിക്കുന്നത്. വെറുതല്ല, ചില്ലറ ഗൗരവമുള്ള കാര്യമല്ലത്. മറ്റേതൊരു പ്രശ്നവും പോലെയുമല്ല. ഇതിൽ കുടുങ്ങിയാൽ അടുത്തൊരു തലമുറ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നറിയോ? ഒരു ജിന്നിനെ ആരാധിക്കുന്നവർ തന്നെ എത്തും. അങ്ങനെയാണ് സംഭവം. നിങ്ങൾ കുട്ടികളോടൊന്ന് ഞാൻ പറയട്ടെ, ജാഹിലിയത്ത് മനസ്സിലാക്കാത്തവർക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ സ്രോതസ് മനസ്സിലാവില്ല എന്നും അത് കെട്ടുറപ്പോട് കൂടി കൊണ്ടുനടക്കാൻ കഴിയില്ല എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. ഇന്നമാ തൻഖുദു ഉറൽ ഇസ്ലാമി ഉർവത്തൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മല്ലാ യഅരിഫുൽ ജാഹിലിയത്താന്ന. അന്ധവിശ്വാസം എന്താണെന്ന് പഠിച്ചിട്ടില്ലാത്ത ഒരു ജനസമൂഹം മുസ്ലിമീങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇസ്ലാമിന്റെ ഭദ്രത ക്രമപ്രവൃത്തമായി ഇല്ലാതായി പോകും. അതിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു എന്ന. അപ്പൊ എന്തായിരുന്നു ഇന്നലകളിൽ ഇവിടെ ഉണ്ടായത്? ഞാൻ വെറുതെ പറയല്ല. ഞാൻ ഇവിടെ എളയത്തിൽ കണ്ണംകുന്നുമല് തിന്നാൻ ഒന്നും കിട്ടിയിട്ട് മോലിയാര് കുട്ടികളെ കൊണ്ട് നാട്ടിൽ പോയിട്ട് ഇനി പോകാൻ പൈസയില്ല, ചെലവിനാവില്ല.
എന്നാ ജിന്ന് വന്ന് തിന്നാൻ തരട്ടെ വിചാരിച്ച് പുതച്ച് കിടന്നവനാ ജിന്നിനെ കാത്തിട്ട്. ആ രൂപത്തിൽ ജിന്നിനെ കാത്ത് കിടന്നവനാ. എന്റെ വീട്ടിലുള്ളത് വെറുതെ പറയില്ല. 3 മുറിയുള്ളൂ എന്റെ പുരക്ക്. അതിലൊരു മുറി എന്റെ അമ്മക്ക് അല്പം അസുഖം ഉണ്ടായിരുന്നു. ഓമത്തിന്റെ കുഴിയായിരുന്നു. വളരെ കാലം ഞാൻ മദീനത്തുൽ അറബി കോളേജിൽ പോകുന്നതിന് തലേ കൊല്ലാണ് അത് എടുത്ത് ഒഴിവാക്കിയത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത്രക്ക് ജഹാലത്തും അന്ധവിശ്വാസവും കുഫറും അതുപോലുള്ള സിഹറും ഒക്കെ മനസ്സിലാക്കി അയിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മൾ കാണുന്നത് ജിന്നിനോട് ചോദിക്കുന്നത് വളരെ ലാഘവ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്ന. ഇതിന്റെ ഗൗരവം കുട്ടികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് അപകടത്തിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് ഇവിടെ ജമിയത്തിൽ നമുക്കും കേരളമിന്റെ പണ്ഡിതന്മാർക്കും പറയാനുള്ളത്. അത് ആരെയും തോൽപ്പിക്കാനല്ല. ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ 2 സ്റ്റണ്ട് ഉണ്ട്. ഇന്ന് എത്ര നേരം വയ്യാലും നിങ്ങളിത് കേൾക്കണം. ഞാനൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. ഇവിടെ 2 കാര്യം. ഇതൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. എന്താ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട്? അതായത് ഇത് പറയുന്നവർക്ക് ഇതിന്റെ എതിരാളികളെ പരാജയപ്പെടുത്തിയിട്ട് നേതൃത്വത്തിന് വരണം. അല്ല അബ്ദുറഹ്മാൻ സലഫിക്ക് സെക്രട്ടറി ആകണം. അതിനുള്ള കളിയത് പറഞ്ഞോരുണ്ട്. മോത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞോടുത്ത് എഴുതി തരാം. ഓനെ വിളിച്ചിട്ട് അബ്ദുറഹ്മാൻ തന്നെ വരാം. ഓനെ വിളിച്ചിട്ട് എഴുതി തരാം. ജനറൽ സെക്രട്ടറിഷിപ്പ് വേണ്ട, സെക്രട്ടറിഷിപ്പും വേണ്ട, എഴുതി തരാം. നിങ്ങൾ സാക്ഷിയാ ഞാനീ പറഞ്ഞു. അപ്പൊ ആ ജാതി ഒരു മനുഷ്യനെ മാത്രം മുന്നം വെച്ച് ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാര്